ഹായ് ഓൾ. ജെയ്മെയിൻ 2026 ഫേസ് 1 22 ജാനുവരിയിലെ സെക്കൻഡ് ഷിഫ്റ്റിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം ചെയ്യാം. എന്താണ് ആക്ച്വലി ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ടി.എൻ്റെ സൈറ്റൊക്കെ നോക്കി, അപ്പോൾ അവിടെയും ഇതേപോലെയുള്ളത്. പക്ഷേ ഇത് ആക്ച്വലി ജെയ് അഡ്വാൻസ്ഡ് 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങോട്ടേക്ക് മാറ്റി ചോദിച്ചിരിക്കുകയാണ്, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഈ ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് ശരിയാക്കിയിട്ട് ഞാൻ ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് y = y of x satisfy the differential equation 16 into square root of x plus 9 root x into 4 plus square root of 9 plus root x cos y dy is equal to 1 plus 2 sin y dx. Okay, y of pi by 6 is equal to pi by 2, y of 49 is equal to alpha, then 2 sin alpha is equal to. Okay, നമ്മളെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അവിടെ അപ്പോൾ അത് തന്നെ ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ അത് തന്നെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്താണ്, അതിനെ ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് ടൈപ്പാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇത് എന്താണ്, യെസ്, വാരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇത് വാരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് ആണ്. നമുക്ക് ഏകദേശം കണ്ടാൽ അല്ലെ നമുക്ക് എന്താ ഇവിടെ മക്കളെ, യെസ്, മനസ്സിലാവും. ഓക്കെ, ഞാനിതിങ്ങനെ എഴുതി. ഓക്കെ, വാരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ് ടേംസ് ഒക്കെ ഡി എക്സിൻ്റെ കൂടെയും അതേപോലെ വൈ ടേംസ് ഒക്കെ ഡി വൈൻ്റെ കൂടെയും നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, വെക്കാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ വാരിയബിൾ സെപ്പറബിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? റെഡി അല്ലേ? അപ്പോൾ സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ് ടേംസ് ഒക്കെ ഡി എക്സിൻ്റെ കൂടെ വൈ ടേംസ് ഒക്കെ ഡി വൈൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കോസ് വൈ ഡി വൈ എന്ന് വരും. ഇവിടെയാണെങ്കിൽ മക്കളെ 1 + 2 sin y എന്ന് വരും. റെഡി അല്ലേ? 1 + 2 sin y എന്ന് വരും. ഓക്കെ അല്ലേ? ദെൻ ഇനി ഇവിടെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ dx divided by, okay, dx divided by square root of, അല്ലെ, what is that, 16 into square root of x plus 9 root x. ഓക്കെ, ഞാൻ തൽക്കാലം ഈ 16 into square root of x plus 9 root x കുറച്ച് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നു, മാറ്റി വെക്കുന്നു. ഓക്കെ അല്ലേ? എന്നിട്ട് ഇവിടെയുള്ള 4 plus 9 root x ഞാൻ ഇവിടെ വെക്കുകയാണ്. ഓക്കെ അല്ലേ? 4 plus 9 root x ഞാൻ എന്ത് ചെയ്യണം മക്കളെ, ഞാൻ ഇവിടെ വെക്കുകയാണ്. അല്ലെ, ഒന്നുമില്ല മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. റെഡിയല്ലേ? ഇനി മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് ഞാൻ പറഞ്ഞത് എന്തുണ്ട്, ചെറിയൊരു മിസ്റ്റേക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ട്. അല്ലെ, എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഇൻറ്റു റൂട്ട് എക്സ് കൂടി വേണം, എന്നാൽ മാത്രമേ കാര്യം എന്താവുള്ളൂ, ശരിയാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഇവിടെ ഒരു ഇൻറ്റു റൂട്ട് എക്സും കൂടി നമുക്ക് എന്താക്കണം, വേണം. ഓക്കെ, ഇവിടെ ഇൻറ്റു ഒരു റൂട്ട് എക്സും കൂടി വേണം, എന്നാലേ നമുക്കിത് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് ജെയ് അഡ്വാൻസ് 2017 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇങ്ങോട്ടേക്ക് കുറച്ചൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് എന്താക്കിയാണ്, കൊടുത്തതാണ്. റെഡി? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതിന് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം മക്കൾ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനം എന്താണ്, യെസ്, f' ഡിവൈഡ് ബൈ f എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. അല്ലേ? അതായത് അല്ലെങ്കിൽ ഇവിടെ f' ഡിവൈഡ് ബൈ f എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ്. അഥവാ ഇവൻ്റെ ഡെറിവേറ്റീവ് ആണ് മക്കളെ എന്തുള്ളത്, മുകളിലുള്ളത്. റെഡിയല്ലേ? നമുക്കറിയാം 1 + 2 sin y ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, 2 cos y ആണ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു 2ൻ്റെ കുറവുണ്ട്. അപ്പോൾ 2ൻ്റെ കുറവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലേ? അത് ബാലൻസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ, ഒരു 2 കൊണ്ട് നമ്മൾ എന്താക്കാം, അവിടെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ലോഗ് മോഡ് 1 + 2 sin y എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. റെഡിയല്ലേ? യെസ്, ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അടുത്തത് വാട്ട് അബൌട്ട് ദിസ് വൺ, അല്ലേ? ഇത് നമ്മൾ എന്താ ചെയ്യേണ്ട, ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഒരു സെപ്പറേറ്റ് ഇൻ്റഗ്രൽ ആക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതും ആക്ച്വലി എന്താണ്, f' ഡിവൈഡ് ബൈ എന്താണ്, f ഫോർമാറ്റ് തന്നെയാണ്. ഓക്കെ, പക്ഷേ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇൻ്റഗ്രൽ എടുത്ത് ഞാൻ എന്താക്കി തരാം, നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. റെഡിയല്ലേ? അപ്പോൾ അതായത് ഞാൻ ശ്രദ്ധിക്കുക, ഇവനെ ഞാൻ ഐ എന്ന് ഞാൻ എന്താക്കുകയാണ് മക്കളെ, വിളിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ഐ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ പുട്ട് ടി ഈസ് ഈക്വൽ ടു എന്താണ്, യെസ്, 4 + 9 root x എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ dt ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും മക്കളെ, ക്ഷമിക്കണം, t ഈസ് ഈക്വൽ ടു 4 + 9 root x അല്ല, അല്ലേ? 4 + ഓക്കെ റൂട്ട് 9 + root x ആണല്ലേ. 4 + √9 + root x ആണ്. അത് ചെറിയൊരു അബദ്ധം അവിടെ പറ്റിയിട്ടുണ്ട്. ഓക്കെ, 4 + √9 + root x ആണ്. ഓക്കെ, അത് ഞാൻ മാറ്റി ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയ കേട്ടോ. ഓക്കെ, 4 + √9 + root x ആണ്. ഓക്കെ അല്ലേ?
4 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് എക്സ് ആണേ. ഓക്കെ, യെസ്, 4 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് എക്സ് ആണ്. റെഡിയല്ലേ? അപ്പോൾ നമ്മൾ ടി ഈസ് ഈക്വൽ ടു 4 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? 4 പ്ലസ് റൂട്ട്, യെസ്, ഓക്കെ, 9 പ്ലസ് റൂട്ട് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഡി ടി ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് 9 പ്ലസ് റൂട്ട് എക്സ് അല്ലേ ഇൻറ്റു എന്ത് വരും മക്കളെ 1/2 റൂട്ട് എക്സ് എന്ന് വരും. റെഡിയല്ലേ? ഓറൽസ്, ഓക്കെ അല്ലേ, ഡി ടി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഓറൽസ് നമുക്ക് എന്ത് പറയാം, ഡി ടി ഈസ് ഈക്വൽ ടു 1/4 അല്ലെ റൂട്ട് 9 പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ അല്ലേ? ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്താക്കാം മക്കളെ ചെയ്യാം അല്ലേ. ഈ 16 ഞാൻ എന്ത് ചെയ്യണം, 16 എനിക്ക് വേണമെങ്കിൽ എന്താക്കാം മക്കളെ 4x4 എന്ന് എഴുതുന്നതിൽ യാതൊരു തെറ്റുണ്ടോ? ഇല്ല, യാതൊരുവിധ പ്രശ്നവുമില്ല അല്ലേ. 16 എനിക്ക് എന്താക്കാം മക്കളെ 4x4 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ ഡി എക്സിനെ ഞാൻ എന്ത് ചെയ്യണം മക്കളെ തൽക്കാലം ഇവിടെ വെക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും, എടാ ഇവരെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, അഥവാ ഡി എക്സ് ഡിവൈഡ് ബൈ 4 ഇൻറ്റു റൂട്ട് ഓഫ് 9 പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഡി എക്സിന് നമുക്ക് ഡി ടി എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഐ ഈസ് ഈക്വൽ ടു വാട്ട് ഇസ് ദാറ്റ്, ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1/4. ഓക്കെ അല്ലേ? 1/4 ഇൻറ്റു എന്താണ് ഇവൻ എന്ന് പറഞ്ഞ സാധനം എന്താണ്, ഈ 4 എവിടെയുണ്ട്, ഇത് ടി ആണ് അല്ലെ, ബാക്കി മൊത്തത്തിൽ എന്താണ് ഡി ടി ആണ്. റെഡിയല്ലേ? എന്നായിട്ട് മാറി. റെഡിയല്ലേ? അപ്പോൾ അതായത് ഈസ് ഈക്വൽ ടു 1/4 ലോഗ് മോഡ് ടി എന്ന് വരും അല്ലേ. ആൻഡ് വാട്ട് വാസ് ടി എന്ന് നമുക്കുള്ള ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പിന്നെ എന്താ, യെസ്, 4 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് എക്സ് ആണ് അല്ലേ. 4 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെ നമ്മൾ എന്താക്കി ഇൻ്റഗ്രേറ്റ് ചെയ്തു, ഇങ്ങനെ എത്തി. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കണേ, ശ്രദ്ധിക്കുക, ഇവിടെ ഇവനെ ഇൻ്റഗ്രേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/4 അല്ലേ ലോഗ് മോഡ് 4 പ്ലസ് റൂട്ട് 9 പ്ലസ് റൂട്ട് എക്സ് എന്ന് വരും അല്ലേ. പ്ലസ് സി ഉണ്ട്, പക്ഷേ ഞാൻ എന്താക്കുക ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയിട്ട് സിക്ക് പകരം ലോഗ് സി അപ്ലൈ എഴുതുകയാണ്. എപ്പോഴാണ് നമ്മളെപ്പോഴും ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയിട്ട് സിക്ക് വരെ ലോഗ് സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡിലും എന്താണ് ലോഗ് വരുന്ന സമയത്ത് നമ്മൾ എന്താക്കുക സിക്ക് പകരം ലോഗ് സി ആണ് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക. റെഡിയല്ല? അപ്പോൾ നമുക്കിവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഇതെന്താക്കി ഇത് കട്ട് ചെയ്തു. അപ്പോൾ സാർ ഇത് കട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഇത് ആർബിട്രറി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറി മക്കളെ, യെസ്, ലോഗ് മോഡ് 1 + 2 സൈൻ വൈ അല്ല. അപ്പോൾ ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യാണ്. ലോഗിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ലോഗ് റേസ് ടു 1/8 എന്ന് വരും അല്ലേ, 1/2 എന്ന് വരും അല്ലെ. റേസ് ടു 1/2 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എന്ന് വരും അല്ലെ, 4 + 9 + റൂട്ട് എക്സ് എന്ന് വരും അല്ലെ. 2 സ്ക്വയർ റൂട്ട് ഉണ്ട് അല്ലെ, പ്ലസ് ലോഗ് സി അല്ലേ. നമുക്ക് ലോഗിൻ്റെ പ്രകാരം ഇൻറ്റു സി എഴുതാം, അഥവാ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി ആണ് അല്ലെ. ആ പ്രോപ്പർട്ടിയാണ് ഞാൻ എന്താക്കിയിരിക്കുന്നത് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ 1/2 എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലെ, അത് ഞാൻ മുകളിലേക്ക് എടുത്തു, റേസ് ടു 1/2 എന്നായിട്ട് മാറി. അതാണ് സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ എന്താക്കിയിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെഡിയല്ല? അപ്പോൾ രണ്ട് സൈഡിലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോഗ് എന്തായി പോയിക്കളെ, അത് പോയി. റെഡിയല്ല? സോ നമുക്കിവിടെ 1 + 2 സൈൻ വൈ ഓക്കെ അല്ലേ ഈസ് ഈക്വൽ ടു എന്താണ്, യെസ്, സ്ക്വയർ റൂട്ട് ഓഫ് 4 + റൂട്ട് ഓഫ് 9 + റൂട്ട് എക്സ് ഇൻറ്റു സി എന്ന് വരും. റെഡിയല്ലേ? ഇനി അടുത്തത് നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താണ് സി കണ്ടുപിടിക്കലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദാറ്റ്, സി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താക്കണം, ഇവിടെ y ഓഫ് 256 ഈസ് ഈക്വൽ ടു എന്താണ്, യെസ്, π/2 എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. റെഡി അല്ലേ? അപ്പോൾ y ഓഫ് 256 ഈസ് ഈക്വൽ ടു π/2 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, യെസ്, 256 ആകുന്ന സമയത്ത് y ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ, π/2 എന്നുള്ളതാണ്. റെഡി അല്ലേ? അപ്പോൾ നമ്മളങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ 1 + 2 സൈൻ π/2 എന്ന് വരും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ സി ഇൻറ്റു ഓക്കെ സ്ക്വയർ റൂട്ട് ഓഫ് ഓക്കെ നിങ്ങൾ നോക്കണേ 4 + റൂട്ട് 9 + റൂട്ട് അല്ലെ എക്സിൻ്റെ പകരം എന്താണ് മക്കളെ 256 എന്ന് വന്നാണ്. റെഡിയല്ല? എടാ ഈ സൈൻ π/2 എന്ന് പറയുമ്പോൾ 1 ആണ്. സോ 1 + 2 × 1 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ 3 ആണ്. ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കണേ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക, എടാ സ്ക്വയർ റൂട്ട് ഓഫ് 256 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 16 അല്ലേ. അപ്പോൾ 9 + 16 എന്ന് പറയുമ്പോൾ 25, സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറയുമ്പോൾ 5 അല്ലേ. അവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 4 + 5 എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 9 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് മക്കളെ ആവുക, 3 ആണ് ആവുക. ഓക്കെ അല്ല? അപ്പോൾ സി ഈസ് ഈക്വൽ ടു 1 എന്നായിട്ട് മാറി. റെഡിയല്ലേ? സോ വൺസ് സി ഈസ് ഈക്വൽ ടു 1 ആയിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക്
എന്നാ കിട്ടും മക്കളെ? സി ഇസ് ഈക്വൽ ടു 1 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തായിട്ട് മാറി? നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്തായിട്ട് മാറി? യെസ്, 1 + 2 sin y ഇസ് ഈക്വൽ ടു എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വാട്ട് ഇസ് ദാറ്റ് 4 പ്ലസ് അല്ലേ എന്താണ് റൂട്ട് ഓഫ് 9 + √x എന്നായിട്ട് മാറി. റെഡിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് എന്താണ് മക്കളെ വേണ്ടത്? y of 49 ഇസ് ഈക്വൽ ടു എന്താണ്? ആൽഫയാണ് വേണ്ടത് അല്ലേ? y of 49 ഇസ് ഈക്വൽ ടു ആൽഫ. റെഡിയല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? യെസ്, 2 sin ആൽഫയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? 2 sin ആൽഫയുടെ വാല്യൂ ആണ് നമുക്ക് എന്താക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിൽ എന്താക്കാം മക്കളെ? 49 കൊടുക്കുക. അപ്പോൾ y ഇസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ? യെസ്, ആൽഫ ആയിരിക്കും. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ 1 + 2 sin ആൽഫ എന്ന് വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് മക്കളെ? 9 + √49 എന്ന് വരും അല്ലേടാ? എടാ √49 എന്ന് പറഞ്ഞാൽ 7 + 9 എന്ന് പറയുമ്പോൾ 16 അല്ലേ? √16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? √16 എന്ന് പറഞ്ഞാൽ 4 + 4 എന്ന് പറയുമ്പോൾ √8 അല്ലേ? √8 എന്ന് പറഞ്ഞാൽ 2√2 എന്ന് വരും. ഓക്കെ, സോ 1 + 2 sin ആൽഫ ഇസ് ഈക്വൽ 2√2. അപ്പോൾ 2 sin ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? 2√2 - 1 എന്ന് വരും. റെഡിയല്ലേ? 2√2 - 1. സോ വിച്ച് ഓപ്ഷൻ ഇസ് കറക്റ്റ്? ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ.